കണ്ണൂർ കടമ്പേരി പനോന്നേരിയിൽ ഒരു ഫ്ലാറ്റ് സമുച്ചയം കാണാം. ഏതെങ്കിലും സ്വകാര്യ കമ്പനി നിർമ്മിച്ച ഫ്ലാറ്റ് സമുച്ചയമല്ല ഇത്. സംസ്ഥാന സർക്കാർ ലൈഫ് പദ്ധതിയിൽ നിർമ്മിച്ച ഫ്ലാറ്റ് സമുച്ചയങ്ങളാണ്. 44 കുടുംബങ്ങളുടെ സ്വപ്നം കൂടിയാണ് ഈ ഫ്ലാറ്റ് സമുച്ചയം. കടമ്പൂർ പഞ്ചായത്ത് നൽകിയ 40 സെന്റ് സ്ഥലത്ത് നിർമ്മിച്ച ഈ ഫ്ലാറ്റ് സമുച്ചയം ഒരുപാട് കുടുംബങ്ങളുടെ സ്വപ്നവും പ്രതീക്ഷയുമൊക്കെയാണ്. 44 കുടുംബങ്ങളുടെ ലൈഫാണിത് എന്ന് ചുരുക്കം. സംസ്ഥാന സർക്കാർ ലൈഫ് പദ്ധതിയിലൂടെ ഒരുക്കിയ ഫ്ലാറ്റ് സമുച്ചയമാണിത്. കയറിക്കിടക്കാൻ ഇടമില്ലാത്ത ആയിരങ്ങൾക്കാണ് ലൈഫ് മിഷൻ ആശ്രയമായത്. കണ്ണൂർ ജില്ലയിൽ മാത്രം ഒരുക്കിയത് 6751 വീടുകൾ. മറ്റൊരു സർക്കാരുകൾക്കും അവകാശപ്പെടാനില്ലാത്ത നേട്ടമാണിത്. കഴിഞ്ഞ പിണറായി സർക്കാരും അതിൻ്റെ തുടർച്ചയായുള്ള സർക്കാരും ലൈഫിലൂടെ തീർത്തത് വിപ്ലവകരമായ മാറ്റം. ഫ്രീ ഫാബ് ടെക്നോളജിയിലാണ് കടമ്പൂരിലെ ഈ ഫ്ലാറ്റ് സമുച്ചയം നിർമ്മിച്ചത്. 4 നിലകളിലായി 400 ചതുരശ്ര അടിയിൽ 44 ഫ്ളാറ്റുകൾ, 2 കിടപ്പുമുറി, അടുക്കള, ടോയ്ലറ്റ് എന്നിങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഈ ഫ്ളാറ്റ് സമുച്ചയത്തിൽ ഉണ്ട്. 24 മണിക്കൂറും വൈദ്യുതിയും വെള്ളവും ലഭിക്കും. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഈ ഫ്ളാറ്റ് സമുച്ചയം 8 രാവിലെ 10:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ പറഞ്ഞു. ഏറ്റവും അഭിമാനകരമായിട്ടുള്ളൊരു പദ്ധതിയായി ലൈഫ് മിഷൻ പദ്ധതി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൽ കടമ്പൂർ പഞ്ചായത്തിൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലം കൂടിയാണ്. അവിടെ 40 സെൻറ്റ് ഭൂമി ലൈഫ് ഫ്ലാറ്റ് സമുച്ചയത്തിന് വേണ്ടി കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് മാറ്റിവെച്ചിട്ടുള്ളത്. ആ 40 സെൻറ്റ് ഭൂമിയിൽ 44 കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്ലാറ്റാണ് ഇപ്പോൾ തയ്യാറായിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 8-ാം തീയതി രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ പരിപാടിയിൽ തദ്ദേശ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ് അദ്ദേഹമാണ് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത്. വീടില്ലാത്ത ആരും സംസ്ഥാനത്ത് ഉണ്ടാകരുതെന്ന ലക്ഷ്യവുമായാണ് കഴിഞ്ഞ പിണറായി സർക്കാർ ലൈഫ് മിഷന് തുടക്കമിട്ടത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും ഒരു കുറവും വരുത്താതെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിന് കഴിഞ്ഞു. 5,68 ലക്ഷം രൂപയാണ് ഈ 44 ഫ്ളാറ്റുകൾക്കായി ചെലവഴിച്ചത്. സ്ഥലപരിമിതി അടക്കമുള്ള വിഷയങ്ങൾ വന്നപ്പോഴാണ് ഫ്ളാറ്റ് സമുച്ചയമെന്ന ആശയം സർക്കാർ നടപ്പാക്കിയത്. 20 കിലോവാട്ടിന്റെ സോളാർ സംവിധാനത്തിലൂടെ ഫ്ളാറ്റിന്റെ പൊതു ഇടങ്ങളിൽ വൈദ്യുതി വിളക്കുകൾ തെളിയിക്കും. കുടിവെള്ളം ഉറപ്പാക്കാൻ 2500 ലിറ്ററിന്റെ 2 ടാങ്കുകളും പണിതു. ജൈവ മാലിന്യ സംസ്കരണ സംവിധാനമടക്കം ഇതിൽ ഒരുക്കിയിട്ടുണ്ട്. ഫ്ളാറ്റിന്റെ ഏറ്റവും താഴത്തെ നില അംഗപരിമിതർ ഉള്ള കുടുംബത്തിന് നൽകും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ലൈഫ് പദ്ധതി പ്രഖ്യാപിച്ചത്. 2017 ഇതിന് ഭൂമി ലഭ്യമാക്കുന്നതിന് അടക്കമുള്ള പ്രവർത്തനത്തിലേക്ക് കടന്നപ്പോഴും പ്രാവർത്തികമാകുമോ എന്ന സംശയം പല കോണുകളിൽ നിന്നും ഉയർന്നു. എന്നാൽ പിന്നീട് നടന്നതെല്ലാം യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികൾ. സർക്കാർ പ്രഖ്യാപനങ്ങൾ ചുവപ്പുനാടിയിൽ വിശ്രമിക്കുന്ന അവസ്ഥക്കും മാറ്റം വന്നപ്പോൾ ആയിരങ്ങൾക്ക് അവരുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമായി. അക്ഷരാർത്ഥത്തിൽ ജനകീയ ഇടപെടൽ ലൈഫ് ഭവന സമുച്ചയത്തിന്റെ കാര്യത്തിൽ ഉണ്ടായി എന്ന് ചുരുക്കം. ഒരു സർക്കാർ ജനകീയമാകുന്നത് ഇത്തരം ഇടപെടലുകൾ നടത്തുമ്പോഴാണ്. വീടില്ലാത്ത ആരും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകരുത് എന്ന് ഒരു സർക്കാർ തീരുമാനിക്കുക, അതിനായി ഇറങ്ങി പുറപ്പെടുക, അത് വിജയത്തിൽ എത്തിക്കുക. ഇച്ഛാശക്തിയുള്ള ഒരു ജനകീയ സർക്കാരിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്നതാണ് ഇതൊക്കെ. അതാണ് ലൈഫ് മിഷനിലൂടെ യാഥാർത്ഥ്യമാകുന്നതും. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ പ്രിയേഷ് അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.